എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചായ തിളക്കുന്ന സമയം കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായ ഈ ഒരു സ്നാക്ക് റെസിപ്പി എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. സവാള സോഫ്റ്റ് ആയിട്ട് വഴണ്ടു വരുന്നത് വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്നതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. വീണ്ടും വഴറ്റിയെടുക്കാം. അല്പം ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു പകുതി കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് തക്കാളി ചേർക്കാവുന്നതാണ്. ക്യാരറ്റ് കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയും ക്യാരറ്റൊക്കെ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1/2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവില് ചിക്കൻ മസാലപ്പൊടി പൊടികൾ ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൂടെ കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള മസാലയുടെ ചൂടൊന്ന് ആറി വരട്ടെ. ഈ സമയത്ത് ഒരു 3 കോഴിമുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൂടെ വെക്കാം. നിങ്ങൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവ് കൂട്ടേണ്ടതാണ്. അങ്ങനെ നമ്മുടെ മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് മുട്ടയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം. എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന്റെ മേലെയായിട്ട് കുറച്ചുകൂടെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വന്നാൽ നമുക്കിതൊന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തിട്ടില്ല ബ്രെഡിന്റെ മേലെയും നമുക്ക് കുറച്ചുകൂടെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കണം. താഴെ ഭാഗവും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും പാനിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ 2 വശവും ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. അങ്ങനെ ആദ്യ ഓംലേറ്റ് നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിന്റെ മേലെയും കുറച്ചുകൂടെ മുട്ട ബാറ്റർ വെച്ച് കൊടുക്കാം. വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. 6 ബ്രെഡും നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബ്രെഡും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ബ്രെഡ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കടന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.